നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ജനറൽ ആയിട്ട് എടുക്കുന്നുള്ളൂ, 1 പൈൽ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ആരുമാവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അത് ആരുമാവാം. ലൈക്ക് നിങ്ങൾ മാരീഡ് ആവണം എന്നില്ല. നിങ്ങൾ മാരീഡ് ആവാം, ഹസ്ബൻഡ് വൈഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാവാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ആ പേഴ്സൺ നിങ്ങൾ ആലോചിക്കുക. ഒരു വ്യക്തിയെ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരിക. ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് കൊണ്ടുവരിക. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ? നിങ്ങളുടെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിലായാലും ശരി. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ലൈഫ് ലോങ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കണക്ഷൻ ഉണ്ടാവുമോ, നിങ്ങൾ തമ്മിൽ ആ ഒരു സ്നേഹം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവുമോ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഐ തിങ്ക് പൈൽ വെക്കാം അല്ലേ? പൈൽ വെക്കുന്നതാണ് നല്ലത്. 2 പൈൽ വെച്ചാൽ കുറച്ചുകൂടി എടുക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ എളുപ്പത്തിൽ കൈ കിട്ടിയത് എടുത്ത് വെച്ചതാണ്. ഓക്കെ, ഇവിടെ 2 പൈലുണ്ട്. ഫസ്റ്റ് പൈൽ വൈറ്റ് ബ്രേസ്ലെറ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് പൈൽ ഗോൾഡൻ ബ്ലാക്ക്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, സോറി. ഓക്കെ, ഗോൾഡൻ ബ്ലാക്ക് ബ്രേസ്ലെറ്റ് ആണ്. ഓക്കെ, ഇത് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വൈറ്റ് ബ്രേസ്ലെറ്റ്. ഞാൻ ആക്ച്വലി ഒറക്കിൾ കാർഡ്സ് എടുത്തിട്ടില്ല. ഇതിവിടെ എൻ്റെ മുമ്പ് തന്നെ ഇരിക്കുന്ന കാർഡ്സാണ്, അതുകൊണ്ടാണ് വേഗം കൈ കിട്ടുന്ന എടുക്കാണ്. ലെറ്റ്സ് സീ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ ചിന്തിക്കുന്ന വ്യക്തി ജീവിതം മുഴുവൻ നിങ്ങളുടെ നിലനിൽക്കോ ബന്ധം എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 2 of Wands, Page of Swords, Queen of Pentacles, 2 of Cups, Hierophant. Wow, Ace of Pentacles. Oh my God. Okay, wow, pile 1. Congrats. എന്ന് വെച്ചാൽ I mean okay. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുകയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്, സിറ്റുവേഷൻ നിങ്ങളുടെ ഇതിനെക്കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അവർക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്കൊരു സ്നേഹമായിട്ടൊക്കെ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, അവർക്ക് അട്രാക്ഷൻ ഉണ്ട് എന്ന രീതിയിൽ പറയാം. പക്ഷേ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിലൊരു ഗ്രോത്ത് ഇല്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പ് ഇത് മുന്നോട്ട് എവിടെയും പോവില്ല, ഇതിനൊന്നും ഫ്യൂച്ചർ ഇല്ല എന്ന രീതിയിലൊക്കെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലേശം ഈഗോ ഉള്ള വ്യക്തിയായിരിക്കാം. ഒരു ഈഗോ കാണിക്കുന്നുണ്ടാവും. ചിലവർ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. വല്ല ജോലിയിലൊക്കെ നിങ്ങളുടെ ഓഫീസിൽ സീനിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലായാലും. ഓക്കെ, അവരൊരു നല്ല പൊസിഷനിൽ, അതായത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്ന രീതിയിലൊക്കെ ആയിരിക്കാം. ചിലവർക്ക് ഫാമിലി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, ഒരു അകൽച്ച നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ തമ്മിൽ ആ പേരിൽ കോൺഫ്ലിക്ട്സും വരാറുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കോൺഫ്ലിക്ട്സ് വരുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തമ്മിൽ തർക്കമാവും. കാരണം നിങ്ങൾ ഇടയ്ക്ക് അവർ നിങ്ങളെ ഇങ്ങനെ ഒരു അകൽച്ച വെക്കുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യും അല്ലേ? നമുക്ക് ഫീൽ ചെയ്യും. ഒരു കൺഫ്യൂഷനാണ് അവരുടെ മൈൻഡിൽ വരുന്നത്. അവരുടെ മനസ്സിലൊരു ഡൗട്ടും കാര്യങ്ങളും കയറി വരികയാണ്. ഈ സിറ്റുവേഷൻ മുന്നോട്ട് വേണോ, പറ്റുമോ, പറ്റില്ലേ എന്നുള്ള ഒരു 2 of Wands ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ തമ്മിൽ റിലേഷൻ വേണം എന്ന് അവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ചില സമയത്ത് അവരൊരു ബിഹേവിയർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവരുടെ മനസ്സിലൊരു ഡൗട്ടാണ്, അതുകൊണ്ടാണ് അവർ ലേശം അകന്ന് നിൽക്കുന്നത് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കുറച്ച് അവർ ഈഗോ ഒക്കെ ഉള്ളതുകൊണ്ട് മേ ബി ആ ഈഗോ അവർ എക്സ്പ്രസ് ചെയ്യില്ല, പലപ്പോഴും ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല കാര്യങ്ങൾ, ആ രീതിക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കാരണം തന്നെ ഐ തിങ്ക് നിങ്ങളിവിടെ പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഈ ഒരു പേരിൽ ചെറിയ ഡിസ്റ്റൻസ് വരലും ചെറിയ കോൺഫ്ലിക്ട്സ് വരലും എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷേ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ
ഇവിടെ പേജ് ഓഫ് സോഡ്സ് ആണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പലപ്പോഴും മിണ്ടാതിരിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അവർ നിങ്ങളുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർ സൈലന്റ് ആയിട്ട് ചെയ്യാണ്. ഓക്കെ, അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഇതൊന്നും കാണിക്കില്ല, പറയില്ല. ഓക്കെ, പക്ഷെ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, നിങ്ങൾ മേ ബി നിങ്ങളും ഒരു കരിയറിൽ നല്ല ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവാം. ഓക്കെ, ക്വീൻ ഓഫ് പെന്റിക്കൽസ് വരുമ്പോൾ നിങ്ങളൊരു കരിയർ ചെയ്യുന്ന ഒരു ഉള്ള ലേഡിയോ അല്ലെങ്കിൽ ജെൻസോ രണ്ടും ആവട്ടെ. ഓക്കെ, നിങ്ങൾ ജോലി ലേഡീസ് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, ജെൻസ് ആണെങ്കിൽ പിന്നെ യെസ് ജോലി ഉണ്ട് എന്ന രീതിയിൽ പറയാം. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു തോന്നലുണ്ടാവാം തെറ്റ് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. ചിലപ്പോൾ അവർക്ക് അല്ലെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മേ ബി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആണ് അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന രീതിക്ക് അവർക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് നിങ്ങളറിയാതെ അവർ നിങ്ങളെ പിന്നാലെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും അവർ കാണിക്കില്ല. അവർ അകൽച്ച വെച്ചൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കമുണ്ട്. ഓക്കെ, അവർ ഈഗോ കാണിക്കാറുണ്ട്. ആൻഡ് നിങ്ങൾക്ക് തോന്നും ദാറ്റ് ഈ റിലേഷൻഷിപ്പ് ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല മുന്നോട്ട് എന്ന രീതിയിലാണ്. ഓക്കെ, അവർക്ക് സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം അവർക്ക് സ്നേഹമുണ്ട് എന്ന്. ഓക്കെ, പക്ഷെ ഇതിൽ ഒന്നും മുന്നോട്ടൊന്നും കാണാതിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അപ്സെറ്റ് ആവാറുണ്ട്. ഓക്കെ, ഒരു ഡിസിഷൻ തീരുമാനം അവരെടുക്കാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ ഫൈനലി നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് കാണുന്നത് 2 ഓഫ് കപ്സ്, ഹൈറോഫന്റ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആയ വ്യക്തികൾക്ക് നിങ്ങൾക്കൊരു മാരേജ് പോസിബിൾ ആണ്. ഓക്കെ, കമ്മിറ്റ്മെന്റ് പോസിബിൾ ആണ്. നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ലൈക്ക് സിംഗിൾസ് ഒക്കെ ആണെങ്കിൽ, നിങ്ങൾ സിംഗിൾസ് ആണ്, വേറെ ഫ്രീ ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ മാരേജ് പോസിബിൾ ആണ്. ഓക്കെ, അവർ കമ്മിറ്റ്മെന്റ് തരുന്നതായിട്ടാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, യെസ്, ഇപ്പോൾ ലേശം അവർ കൺഫ്യൂസ്ഡ് ആണ്, അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഐ മീൻ നിങ്ങളെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു അകൽച്ച വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ഈഗോ കൊണ്ടായിരിക്കും അവർക്ക്, അതായത് അറ്റാച്ച്ഡ് ആവാനുള്ള പേടി കൊണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത് സാധിക്കുന്നവർക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ലൈക്ക് സിംഗിൾ ആണ്, നിങ്ങൾ അങ്ങനെ പറ്റുന്നവർക്ക് നിങ്ങൾക്കൊരു മാരേജ് ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, അല്ലാത്തവർക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ തമ്മിൽ മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് അങ്ങനെ ആയിരിക്കാം ചിലവർക്ക്. ഓക്കെ, നമ്മൾ എംപ്രറും പറഞ്ഞു, ഹൈറോഫന്റ് ഉണ്ട്, ഏസ് ഓഫ് പെന്റിക്കിൾസ്. മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പ് റിലീജിയൻ വേറെ വേറെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസുകൾ ഉണ്ടാവാം. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായ സ്നേഹം എന്ന രീതിയിൽ പറയാം. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരുടെ കൂടെ ആയാലും ശരി, നമ്മൾ പറയില്ലേ ചിലവരോട് നമുക്ക് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് അത് വളരെ ആത്മാർത്ഥമായിട്ട് അവർക്ക് നിങ്ങളോട് സോൾമേറ്റ് കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൈഫ് ലോങ് നിങ്ങൾ നിൽക്കുമെന്ന് നിങ്ങൾ പേടിക്കുക വേണ്ട. യെസ്, ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ കൂടെ ഇത് ലൈഫ് ലോങ് നിലനിൽക്കും. നിങ്ങൾ എത്ര ആരെവിടെയായാലും ശരി, എങ്ങനെയായാലും ശരി, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്നേഹത്തിൻ്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ആ റിലേഷൻഷിപ്പും അവർ നിലനിർത്തും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് കോൺഫ്ലിക്റ്റ് വരും, ഇടയ്ക്ക് പ്രശ്നങ്ങൾ വരും, ഇടയ്ക്ക് ചില ഫൈറ്റ് വരും. നിങ്ങൾ തമ്മിലൊരു ഒരാൾ പറയും എന്നെ കെയർ ചെയ്തില്ല എന്ന് പറയും, മറ്റേ ആൾ പറയും എന്നെ കെയർ ചെയ്തില്ല എന്ന് പറയാം. ഓക്കെ, ആ രീതിക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം. ബട്ട് ഇവിടെ നിങ്ങൾ തമ്മിൽ ആ ഒരു ഡീപ്പ് സോൾമേറ്റ് കണക്ഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എവിടെയും പോകുന്ന ഈ റിലേഷൻഷിപ്പ് എന്ന് പേടിക്കേണ്ട നിങ്ങൾ. ഓക്കെ, ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് എവിടെയും പോകാൻ പോകുന്നില്ല. ഓക്കെ, പോയാൽ തന്നെ എവിടെയും പോയില്ല, തിരിച്ചു വന്നോളൂ. എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് അറിയില്ല. ആ ധൈര്യം നിങ്ങൾ വെക്കൂ. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കൂ. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ നിൽക്കൂ. ഓക്കെ, എന്തായാലും ഇവിടെ അത് പോസിറ്റീവാണ് വന്ന് നമുക്ക് ഈ ഡെക്കൊന്നും കൂടി ഞാൻ ലേശം കഴിച്ചെടുത്തേക്കാം. അൺഫിനിഷ്ഡ് സിംഫണി, ഫ്ലെക്സിബിൾ, തിങ്കർ, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യണ്ട അല്ലേ. ഓക്കെ, ബ്രീത്ത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് നെവർ എൻഡിങ് സ്റ്റോറി അഗൈൻ, കോ ക്രിയേറ്റ്. നിങ്ങൾ തമ്മിൽ ഒരു സാധ്യതയുണ്ട്. ആൻഡ് ഗോ ദ ഡിസ്റ്റൻസ്, ഇതാണ് നമ്മൾ ചോദിച്ചത്. ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത്. ഗോ ദ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ യെസ്, ഇത് വളരെ ദൂരം നമ്മുടെ കൂടെ ഉണ്ടാവുമോ എന്ന രീതിക്കാണ് നമ്മൾ പറയാം. യെസ്, ഇത് നിങ്ങളുടെ കൂടെ ഇത് ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ കോ ക്രിയേറ്റ് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്നിച്ച് നിങ്ങൾ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ചിലവർക്ക് മാരേജ് ഞാൻ പറഞ്ഞു പോസിബിൾ ആണ്. ഓക്കെ, നെവർ എൻഡിങ് സ്റ്റോറി ആൻഡ് അൺഫിനിഷ്ഡ് സിംഫണി ഉണ്ട്. രണ്ടും പറയുന്നത് നിങ്ങൾ തമ്മിൽ എൻഡൊന്നും ആയിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ലൈക്ക് ചെറിയ എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ, അകൽച്ച ഉണ്ടെങ്കിൽ തന്നെ പേടിക്കുക വേണ്ട. അത് എവിടെയും പോയില്ല, കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, 10 ആണ് ഇവിടെ. ആൻഡ് ആക്ച്വലി ഇവിടെയും 7+3 10 ആണ്. സോ 10 and 10 എൻഡിങ് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും കൂടി ഉണ്ട്, 19 10. വാവ്. ഓക്കെ, അപ്പോൾ 10 10 10 3 തവണ വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ എന്ത് എൻഡിങ് ഉണ്ടെങ്കിലും ശരി, സൈക്കിൾ ഇതിങ്ങനെ കഴിയൊന്നുമില്ല, അത് വീണ്ടും ബിഗിനിങ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. ആൻഡ്
ഇതിവിടെ പറയുന്ന ഫ്ലെക്സിബിൾ ആവുക, നിങ്ങൾ ലേശം ഒന്ന് ഫ്ലെക്സിബിൾ ആവുക. അതായത് പേഴ്സൺ കുറച്ചുകൂടി ഒന്ന് നിങ്ങളൊന്ന്, ഐ തിങ്ക് രണ്ടുപേരും വേണം, ഞാൻ ഒരാളോട് പറയണമെന്ന് വിചാരിക്കേണ്ട, രണ്ടുപേരും വേണം. കുറച്ചുകൂടെ പരസ്പരം ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ വരാൻ ശ്രമിക്കുക. ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകരുത്. ഓക്കെ, ഓവർ തിങ്കിങ് ചെയ്തിട്ട് നിങ്ങൾ കേടുവരുത്തരുത് റിലേഷൻഷിപ്പ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒന്ന് അകന്ന് നിൽക്കുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും അയ്യോ അവർ വേറെ എന്തോ പോയി, അങ്ങനെ ഇങ്ങനെ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്ത് മാറി. അങ്ങനെ ചിന്തിക്കൂ, നിങ്ങൾ ചിന്തിക്കൂ. അങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾക്ക് ആക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കാത്തപ്പോഴും എന്നെ അവർ നോക്കുന്നുണ്ട്, ഞാൻ അറിയാതെ അവർ നോക്കുന്നുണ്ട്, എൻ്റെ മെസ്സേജ് വരുന്നുണ്ടോയെന്ന് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. ബ്രീത്ത് എന്ന് പറയുന്നുണ്ട്, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, ചിന്തിച്ച് കൂട്ടണ്ട, ഓവർ തിങ്കിങ്ങിലേക്ക് പോകണ്ട. ആൻഡ് യെസ്, ഇത് നെവർ എൻഡിങ് സ്റ്റോറി തന്നെയാണ് നിങ്ങൾ തമ്മിൽ. ഇത് മുന്നോട്ട് തീർച്ചയായിട്ടും ലൈഫ് ലോങ് നിങ്ങൾ ഏത് രീതിയിലായാലും ശരി. ചിലവർക്ക് മാരേജ് പോസിബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു, ചിലവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആണ്, ആ പേഴ്സൻ്റെ സ്നേഹം കമ്മിറ്റഡ് ആണ്, നിങ്ങൾ സോൾമേറ്റ്സ് ആണ്. സോ ആ രീതിക്ക് ഇത് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് നിലനിൽക്കും. ഓക്കെ, നമ്പേഴ്സ് ഇവിടെ ഞാൻ 10 പറഞ്ഞു. ആൻഡ് 4+4 8 ഉണ്ട്, 44 ഉണ്ട്. ഏജ് ആവാം നിങ്ങളുടെ ഇതൊക്കെ 29 ഉണ്ട്, 37 ഉണ്ട്, 19 അത്ര. ഓക്കെ, വ്യൂവേഴ്സ് എനിക്ക് അങ്ങനെ ഇല്ല എന്നാണ് തോന്നുന്നത്. ബട്ട് 44, 29, 37 ഓക്കെ നിങ്ങളുടെ ഏജ് ആവാം. ഓക്കെ, നിങ്ങളുടെ ആൻഡ് 11, 8 ഓക്കെ. ഓക്കെ, അപ്പം നിങ്ങളുടെ റെസനേറ്റ് ആവാം നിങ്ങൾക്ക് ഈ നമ്പേഴ്സ്. സോ pile 1. ഓക്കെ, ഓക്കെ പൈൽ 2ലേക്ക് പോവാം ഞാൻ. പൈൽ 2 ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ബ്രേസ്ലെറ്റ് നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ ഒരു ആലോചിക്കുന്ന ഒരു പേഴ്സൺ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി, അവരുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് നിലനിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതോ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ടേം ബന്ധമാണോ അതോ ലോങ് ടേം ആണോ എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. ഇത് ഷഫിൾ ചെയ്യാനേ കിട്ടില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ലെറ്റ്സ് സീ. Knight of Cups, very nice. Knight of Pentacles, 3 of Wands, Strength card, 4 of Pentacles, Queen of Swords, Page of Swords, Lower card. Okay, okay. ഇവിടെ എനിക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആദ്യമേ തോന്നിയിരുന്നു. ആക്ച്വലി ലവർ കാർഡ് ഉണ്ട് ഇവിടെ, 2 ഫോൺസ് ഉണ്ട്. ഓക്കെ, എനിവേ ഞാൻ പറയാം. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു വ്യക്തി കൂടി ഉണ്ട്. ഓക്കെ, വേറെ റിലേഷൻഷിപ്പ് കൂടി ഉണ്ട് അവരുടെ ലൈഫിൽ. ഇവിടെയും നൈറ്റ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഇതിൽ എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ 2 സിറ്റുവേഷൻ. ഓക്കെ, 2 of Wands, അതായത് 2 പേര് തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ എന്ന രീതിക്ക് നമുക്ക് പറയാം. ഒരാളോട് നിങ്ങളുടെ പേഴ്സണിന്, അത് നിങ്ങളോടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ഫീലിങ്സ് ഉണ്ട്. ഇത് എല്ലാം പിക്ചർ വെച്ചിട്ട് ഇതിലെല്ലാം ഇവർ കാണിക്കുന്ന പോലെ വിചാരിക്കേണ്ട. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തിരിക്കാം, ലൈക്ക് മാൻ ആൻഡ് വുമൺ നിങ്ങൾക്ക് തിരിക്കാം. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, പക്ഷേ അവർ വേറെ കമ്മിറ്റഡ് ആണ്. ഓക്കെ, വേറെ ആർക്കും അവർ കമ്മിറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കാം. ചിലവർക്ക് ഇവിടെ ഓൾറെഡി മാരീഡ് എന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ക്വീൻ ഓഫ് സോർഡ്സ് ആണ്, ഫാമിലി പോലെയാണ് നമ്മൾ പറയുക. ഓക്കെ, ഓൾറെഡി മാരീഡ് ആയിരിക്കും. ചിലവർക്ക് ഒരു എക്സ് ലവർ, അല്ലെങ്കിൽ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ പറയാം, വേറൊരു ലവർ എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് എടുക്കാം, റൊമാൻറ്റിക് റിലേഷൻഷിപ്പായിട്ട്. പക്ഷെ അവരുടെ ലൈഫിൽ 2 വ്യക്തികൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേറെ ഉണ്ട്.
ആൻഡ് ഇവിടെ 3 ഓഫ് വാൻസും ഉണ്ട്. 3 ഓഫ് വാൻസ് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു പ്ലാനിങ്ങിനെ കുറിച്ചാണ് പറയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കുക, എന്താണ് ഇതിനു വേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്ന ഇതിൽ ആക്ച്വലി ഈ 2 സിറ്റുവേഷനിൽ കൂടി ഐ തിങ്ക് അവർ തീരുമാനിക്കേണ്ടത് ഇതിൽ ഏത് സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ അവരുടെ മൈൻഡിലുണ്ട്. ദാറ്റ് ഈ 2-ൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്, ഏതിലാണ് ഞാൻ ഒന്ന് കമ്മിറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഫാമിലി പറഞ്ഞിട്ട് വല്ല മാരേജ് വരുന്നതായിരിക്കാം ചിലവർക്ക്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ആരെങ്കിലും മീറ്റ് ചെയ്തായിരിക്കാം. ഓക്കെ, അങ്ങനെ ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം ചിലവർ. നിങ്ങളോട് പക്ഷേ ഫീലിങ്സ് ഉണ്ട്, ഓക്കെ, ഫീലിങ്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നവർക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം. സ്ട്രെങ്ത് ആൻഡ് 4 ഓഫ് പെൻറ്റിക്കിൾസ്. അവർ സ്ട്രെങ്ത് വെച്ചിപ്പോൾ സിറ്റുവേഷനിൽ പിടിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, 2 പേര് ആക്ച്വലി ഇവിടെയും 2 ലേഡീസ് എന്ന രീതിയിലാണ്. ഓക്കെ, എല്ലാത്തിലും നോക്കിക്കോളൂ, ഒരു ലേഡി ഒരു ജെൻസ് ആണ്, ഇതിൽ 2 ലേഡീസാണ്. സോ 2 പേരിൽ തമ്മിൽ ചൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അവർക്ക് ഇതിൽ ഏത് വേണം എന്നുള്ള, ഒന്ന് കറുപ്പും ഒന്ന് വെളുപ്പും ഉണ്ട്. യെസ്, വളരെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ചില റെപ്രസെൻറ്റേഷൻസ് നമുക്ക് കാണുന്നതാണ്. ഓക്കെ, യെസ്, ഫീലിങ്സ് നിങ്ങളോട് തന്നെയാണ്. ഓക്കെ, ഫീലിങ്സ് ഒരാളോടുണ്ട്, ബട്ട് മറ്റേ ആളോട് കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. അത് ലേഡീസ് ആണെന്നില്ല, സോറി ജെൻസ് തിരിച്ചെടുത്തോളൂ പ്ലീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാളോട് ഫീലിങ്സും ഒരാളോട് കമ്മിറ്റ്മെൻറ്റ് ഓൾറെഡി ആയി എന്ന രീതിയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അവർക്ക് അവരൊന്ന് പിന്നോട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഫുള്ളായിട്ട് അവരുടെ എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക നിങ്ങൾ അവരെ എല്ലാ കാര്യത്തിനും ഫോഴ്സ് ചെയ്യേണ്ടി വരുന്നു എന്ന്. നിങ്ങൾ എപ്പോഴും ചോദിച്ച് പിന്നാലെ പോവുക. ഓക്കെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരെ പിന്നാലെ പോകണം. അവരെല്ലാത്തിനും നിങ്ങൾ പുഷ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ പറയുമ്പോഴാണ് അവർ വിളിക്കുന്നത്, ഞാൻ പറയുമ്പോഴാണ് അവർ മെസ്സേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ കോൾ ചെയ്താൽ എടുത്താലും അവർ സംസാരിക്കും, ബട്ട് അവർ ഇങ്ങോട്ട് വിളിക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, എല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്ന്, ഒരാളുടെ ഭാഗത്തു നിന്ന് എഫേർട്ടാണ് എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അവരുടെ മനസ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്ത്, അല്ലെങ്കിൽ അവരത്രത്തോളം അറ്റാച്ച്മെന്റിലേക്ക് നിങ്ങളുടെ അടുത്ത് വരുന്നില്ല. ഓക്കെ, അത് പക്ഷേ സിറ്റുവേഷൻ സംഭവം ഇതാണ്, അവരുടെ മനസ്സിലെ കൺഫ്യൂഷൻ. ഓക്കെ, അവർക്ക് ഒരാളോട് ഇഷ്ടം, അതും 2 ഒരേ ലെവലാണ് കേട്ടോ. ഓക്കെ, നൈറ്റും ആണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം നമുക്ക് പറയാനില്ല. അപ്പോൾ അവർക്ക് വളരെയധികം കൺഫ്യൂഷനാണ്. ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള അവർക്കൊരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ലോസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ഫ്യൂച്ചർ പറയുമ്പോൾ ഞാൻ ഫ്യൂച്ചറിലേക്ക് കുറച്ച് കാർഡ്സ് എടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് നിലനിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അടുത്ത് നിൽക്കുമോ, അതോ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഇപ്പം നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ട് അവർക്ക്. ഓക്കെ, ബട്ട് പക്ഷെ അവർക്ക് ഫുള്ളി കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ അടുത്ത്, അതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. Queen of Cups, Hangman and 8 of Cups. കൺഫ്യൂഷൻ വന്നു പിന്നെ. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അവർക്ക് വാക്ക് അവേ ചെയ്യണം എന്നുണ്ട്. അവർക്ക് മറ്റേ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വാക്ക് അവേ ചെയ്യണമെന്ന് ഉണ്ട് അവർക്ക്. ഓക്കെ, പക്ഷെ ആ തീരുമാനം അവരിപ്പോൾ എടുത്തിട്ടില്ല. അവരിപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്, ഒരു ഡിസിഷൻ അവരെടുക്കുന്നില്ല. ഓക്കെ, ഫീലിങ്സ് നോക്കുമ്പോൾ യെസ് നിങ്ങളോട് തന്നെയാണ്, നിങ്ങളോടുള്ള ഫീലിങ്സാണ് അതിൽ നിൽക്കുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ അതായത് അവർ ഒരു തീരുമാനം എടുക്കാതെ 2ന്റെ ഇടയിൽ പെട്ട് അവരിങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അവരൊരു ഡിസിഷൻ എടുക്കുന്നില്ല, നിൽക്കണോ മാറിപ്പോകണോ എന്നുള്ളത് അവർ തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, സോറി, ഇതിപ്പോൾ നമുക്കൊരു ഫൈനൽ ആൻസർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ചോയ്സ് ആയിരിക്കാം. യെസ്, ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, ഒരുപാട് കൂടി എന്തായാലും ഞാൻ ഷഫിൾ ചെയ്ത് സ്ഥിതിക്ക് യെസ്, ഞാൻ എന്താണ് പറയാൻ വന്നത്, നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നോക്കാം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാം, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഇത് ക്വീൻ ആവണമെന്നില്ല, കിങ്സ് ആയാലും ഓക്കെ, നിങ്ങൾ മാൻ ആയാലും വാച്ചിങ് ആയാലും ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാം, അവനവൻ ആ സ്നേഹം കൊടുക്കുക. ഇത് തനിച്ചിരിക്കുകയാണ് കണ്ടോ, ഇവിടെ ആരും ഇല്ല കൂടെ, എവിടെ ആരും ഇല്ല കൂടെ. നിങ്ങൾ തനിച്ചിരുന്ന് നിങ്ങൾ അവനവനെ സ്നേഹിക്കാം.
ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ കയ്യിൽ ആ സ്നേഹമുള്ളത് നിങ്ങൾ വേറെ ആർക്കുമല്ല നിങ്ങൾ അവനവന് കൊടുക്കൂ. ഓക്കെ, നിങ്ങൾ ഈ ചോയ്സ് എടുക്കൂ. ഈ ചോയ്സ് നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് ഇതിൽ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ യെസ്, മേ ബി നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ അവരിങ്ങനെ ഈ സിറ്റുവേഷനിൽ അങ്ങനെ ഇങ്ങനെയും പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിക്കും. ഓക്കെ, പക്ഷെ അത് എത്ര കാലം ഉണ്ടാവും നമുക്കറിയില്ല. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്. ഈ സിറ്റുവേഷൻ നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ചോയ്സ് നിങ്ങളുടെയാണ്. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഈ ഏസ് ഓഫ് കപ്പ് നിങ്ങളുടെ ആ സ്നേഹത്തിന്റെ കപ്പ് നിങ്ങൾ അവനവന് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ കെയർ, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, അവനവനെ കെയർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് കാണുന്നത്. ചിലവർക്ക് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. 10 ഓഫ് കപ്സ്, ദ സൺ, 10 ഓഫ് പെനിക്കൽസ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൺ വേറെ വരാനുള്ള സാധ്യത ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇതിൽ നിന്ന് വോക്ക് അവേ ചെയ്യാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ അവനവനെ സ്നേഹിച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പറ്റിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ യെസ്, ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ ഐ തിങ്ക് ഇപ്പോൾ സ്റ്റക്കാണ്. അവർ ഒരു തീരുമാനം എടുക്കില്ല. ഈ തീരുമാനം നിങ്ങളുടെയാണ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കൂ. അവനവനെ സ്നേഹിക്കണോ, അവനവനെ വാല്യൂ ചെയ്യണോ, ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് ഡിസിഷൻ. ഓക്കെ, നമുക്ക് ഈ ഡെക്കിന് മെസ്സേജസ് കൂടി നോക്കാം. ഒറക്കിൾ മെസ്സേജസ്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്, പീസ്, ന്യൂ ലൈഫ്, ടിക്ടോക്ക്, ഒബ്സർവർ, ടൈം ടു ഗോ. ഇവിടെ നിങ്ങൾക്ക് ഡബിൾ കൺഫർമേഷൻ യൂണിവേഴ്സ് തന്നിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ നിൽക്കണോ വേണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ പോവാനാണ് ഇവിടെ ഒരു അഡ്വൈസ് വരുന്നത്. ഈ സിറ്റുവേഷനിൽ നിൽക്കണ്ടാന്ന് നിങ്ങൾക്കൊരു അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്, നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, മിന്നുന്നെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതിൻ്റെ തിളങ്ങുന്ന സാധനത്തിൻ്റെ പിന്നാലെ പോയി എന്ന് പറയാം. ഓക്കെ, തിളങ്ങുന്നത് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയതാണ്. ഓക്കെ, അപ്പം അതിനെ വിട്ടേക്കാം. ഓക്കെ, അങ്ങനെ പോയവരെ നമ്മൾ പിന്നെ തിരിച്ച് വിളിക്കാൻ നിൽക്കരുത്. ഓക്കെ, ആൻഡ് പീസ് പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സമാധാനം നോക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പീസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, അവനവനെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ന്യൂ ലൈഫ്, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്, നിങ്ങൾക്കൊരു ന്യൂ ലൈഫ്, നിങ്ങൾ അതിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അതിലേക്ക് പോകാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. ടിക്ടോക്ക്, ഡിവൈൻ ടൈം, മേ ബി ആക്ച്വലി ടൈം ടു ഗോ ഉണ്ട്, ടിക്ടോക്കും ഉണ്ട്. സോ മേ ബി നൗ ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഡിസിഷൻ. നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട സമയമായി. നിങ്ങൾ ആ പേഴ്സൻ്റെ കയ്യിൽ ചോയ്സ് കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, അവർ പറയില്ലേ രണ്ടും വിട്ട് കളയാൻ മനസ്സ് അവർക്ക് വരില്ല എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കൂ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കണോ, നിങ്ങൾക്കത് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ആൻഡ് ഒബ്സർവ്. കാരണം നിങ്ങൾക്ക് അത്രയും അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സ്നേഹത്തിൻ്റെ ഡിവൈഡായി പോയി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് അത്രേ കിട്ടുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഞാൻ അത് കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ തീരുമാനം എടുക്കുക. ആൻഡ് ഇവിടെ ഒബ്സർവർ, നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ 61 ഉണ്ട്. വാട്ട്? ഓക്കെ, 16 ഉണ്ട്. 23, 39, 30, 49. ഇതൊക്കെ നിങ്ങൾക്ക് 45 ഉണ്ട് ഇവിടെ. ഓക്കെ, 7, 5, 10, 11, 12. അപ്പോൾ 3 ആവാം. 30 അഗെയിൻ 3, 49, 13 അല്ലേ, 13. അപ്പോൾ 4, 45 വരുമ്പോൾ 9. ഓക്കെ, ഇവിടെ ഒരു 9 ആദ്യമേ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നമ്പേഴ്സ് നിങ്ങൾക്ക് ഇതൊക്കെ റെസനേറ്റ് ആവാം. 23, 39, 30, 49, 45. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവാം. ആൻഡ് തീരുമാനം, പക്ഷേ ഈ സിറ്റുവേഷനിൽ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഓക്കെ, കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാം, ഇതൊന്നും നമ്മുടെ കാർഡിൻ്റെ കാര്യമല്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാം അല്ലേ. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി ഡിസിഷൻ എടുക്കും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.